ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയാണ് മുത്തുമണികളെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഈ വീടിൽ നിന്ന് ഒഴിയാൻ പോവുക കേട്ടോ. ഒഴിയാൻ പറഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ ഇനിയിപ്പോൾ 2-3 ദിവസം കൂടി ഉള്ളൂ ഇവിടെ ഉണ്ടാവുക. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഈ വീട്ടിൽ നിന്ന് കാലിയാവും. അപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അഡ്വാൻസ് കുറച്ച് തന്നു. അപ്പോൾ അതവിടെ കൊടുത്തേക്ക് എഗ്രിമെൻ്റ് എഴുതി എന്നൊക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ ഒന്ന് കടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്കിപ്പം ആദ്യം പോകുമ്പോൾ മുസായിഫ്, മഞ്ഞൾപ്പൊടി, വെള്ളം അങ്ങനെ കൊണ്ടുപോകുമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളും കുറച്ച് ദൂരമായതുകൊണ്ടേ കുറച്ച് സാധനങ്ങളും കടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ അപ്പോൾ ഞാനും കുട്ടികളും റിയാസ്കയും പാടെ കടത്തുക കേട്ടോ. അപ്പോൾ റിയാസ്കാക്കും കുട്ടികൾക്കും തന്നെ കേട്ടോ അധികം പണി വരിക. അവർ കുഞ്ഞു കുട്ടികളുള്ളതുകൊണ്ട് ഒരു സഹായമാണ് നമുക്ക്. അവരാകുമ്പോൾ അങ്ങോട്ടും വേഗം ചെറിയതൊക്കെ കൊടുത്ത് അങ്ങനെ കടത്തും. പിന്നെ അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് അരി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുറച്ച് അരിയും പിന്നെ കുറച്ച് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് ടേബിള് ഇതൊക്കെ കടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അധികം ഒന്നും സാധനങ്ങളില്ല. മെയിനായിട്ട് കട്ടിലും അലമാറയും, രണ്ട് കട്ടിലും ഒരു അലമാറയും, പിന്നെ വാഷിംഗ് മെഷീൻ, ഡ്രമ്മ്, അങ്ങനെയുള്ള ഐറ്റങ്ങൾ കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് പൈസ തന്നിട്ട് നമ്മൾ ഇവിടുന്ന് കടത്തുള്ളൂ ലാസ്റ്റ്. ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങനെ കടത്താമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ പുതിയ അടുപ്പ്. അപ്പോൾ എന്തായാലും ആ വീട് അവിടെ ഒന്ന് കാണിക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നല്ല കാറ്റും മഴയുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ നല്ല കാറ്റും മഴയും വരുന്നുണ്ട് ഗൈസ്. നല്ല ഉരുണ്ട് മഴ. അപ്പോൾ ഇത്ര ദിവസം ഇല്ല കേട്ടോ. അപ്പോൾ ഇന്ന് എന്താവോ നമ്മൾ സാധനം കടത്തുന്നത് കൊണ്ടായിരിക്കാം ചെറിയൊരു ചൂടിനൊരാക്കുണ്ട് കേട്ടോ. ചെറുതായിട്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ കാറ്റ് കൊണ്ടുപോയി. എന്നാലും നമുക്ക് ആ ഒരു കൂളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഓട്ടോയിൽ സാധനങ്ങളൊക്കെ കടത്തുക കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല ഐശ്വര്യം ഉണ്ട് കേട്ടോ. മഴ നമ്മൾ സാധനം തുടക്കം കുറച്ച് കടത്താൻ വിചാരിച്ചപ്പോഴും മഴ ഒന്ന് കൂളിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ കടത്തുമ്പോൾ തോനെ കടത്തണം. നമ്മുടെ ഇതാട്ട വീട് സ്റ്റെപ്പ് കയറണം. ഇതാട്ട വീട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോറ്. ഇസ്മി ജെല്ലി ഡോർ തുറക്കാം കേട്ടോ. ഇസ്മി ജെല്ലി ഡോർ തുറക്കാം. റൈസ് കുട്ടി തുറന്നു. അത്താഴം ആദ്യം കയറ്റാം അല്ലേ. ഇതാട്ട ഇവിടെ ഹൗസ്. ഇതവിടെ സ്കൂളുണ്ട്. ഇതാണ്ട അതാല ഇതിലെ വഴിയുണ്ട് തോല്ലേ. മുത്തുമണികളെ നമ്മുടെ വീട് ഇതാണ് കേട്ടോ. നമുക്ക് പഠിച്ച നല്ലൊരു റാഹത്തായ വീട് തന്നെ തന്നു. ഇത് ഹാളാണ്. പിന്നെ ഇത് അടുക്കളയാണ്. ഇത് അടുക്കളയാണ്. ഞങ്ങൾക്ക് കുറച്ചും കൂടി സാധനങ്ങൾ കടത്താനുണ്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് ബാക്കിയൊക്കെ പിന്നെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് റൂമാണ്. അപ്പോൾ വിശദമായിട്ട് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ. സാധനങ്ങൾ ഇറുട്ടാമത്തേക്ക് കടത്തണം, മഴ വരുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇത് 2 ബെഡ്റൂമാണ് കേട്ടോ. പിന്നെ പൈപ്പ് വെള്ളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ബാൽക്കണി കേട്ടോ ആ ഭാഗം. അപ്പോൾ ഇത് നമ്മുടെ ഹാള്. ഓക്കെ, നമ്മുടെ ഇതിൻ്റെ മേലെ കൂടെ കയറിയ മുകളിൽ പോകാം കേട്ടോ. ഇത് പിന്നെ ഇവിടേക്കുള്ളൊരു ബാത്റൂം കേട്ടോ. ഉള്ളിൽ വേറെ ബാത്റൂം ഉണ്ട്. പിന്നെ ഇത് പുറത്തത്തെ ഒരു ബാത്റൂം കേട്ടോ, പുറത്തേക്കുള്ളത്. പിന്നെ ഇവിടെ തൊട്ട് വീടുകളുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് കേട്ടോ. ഫ്രണ്ടിലേക്കും ഇതിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ്. ഇവിടെ മരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. കിളികളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ബാക്കിൽ സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. സ്കൂൾ ഗ്രൗണ്ടാണ് കേട്ടോ. അപ്പുറത്തെ സ്കൂളാണ്. എന്തായാലും അൽഹംദുലില്ലാ കുഴപ്പമില്ല. കുറച്ച് സാധനങ്ങൾ കേട്ടോ ഞങ്ങൾ എടുത്തിട്ടുള്ളൂ. മഴ നോക്കിയിട്ട് ബാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തന്നെ മതിയായിട്ടാ. മുകളിൽ സ്റ്റെപ്പിൽ ഇങ്ങോട്ട് കയറ്റുമ്പോഴത്തേനും സ്റ്റെപ്പ് ഇങ്ങനെ കയറണം. ഫാനൊക്കെ ഉണ്ട് കേട്ടോ. സാധനങ്ങളൊക്കെ കടത്തി ഞങ്ങൾ ക്ഷീണിച്ചു ഗേസിലേറെ. ഫാനൊക്കെ തിരിയുള്ളൂ. പിന്നെ ഇവിടെ ചെടികളൊക്കെ ഉണ്ടല്ലോ. അതാണ് സ്വിച്ച് അല്ലേ അതിൻ്റെ ഫാൻ അവിടെ. അപ്പോൾ അത് 2 സ്വിച്ച് ഉണ്ട്. 2 കണക്ഷൻ കൊടുക്കും. ബെഡ് കട്ടിൽ വരുമ്പോൾ അവിടെ ഓഫാക്കായിരുന്നു. കട്ടിൽ വരുമ്പോൾ അവിടെ ഓഫാക്കായിരുന്നു. ഇവിടെ ഓഫാക്കാം. അങ്ങനെ പിന്നെ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ ഉള്ള
വിശദമായിട്ട് നിങ്ങൾക്ക് ഞാൻ ഇരുന്ന ശേഷം ഒക്കെ റെഡി ആക്കി തരാം. പിന്നെ നമുക്കിവിടെ ഒരു ഗ്ലാസ് സ്പേസ് ഉണ്ട്. ഇത് ഓഫാക്കാം അവിടുത്തെ. പിന്നെ ഇവിടെ ഇത് വെക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്, ലൈറ്റ് ഉണ്ട്. ഇത് ബാത്റൂം നോക്കിയിട്ടല്ലേ ലൈറ്റ് ഇട്. അപ്പോൾ ഇതാണ് ബാത്റൂം കേട്ടോ. ബാത്റൂമിൽ പൊറ്റി മുളച്ചിട്ടില്ല. ബാത്റൂമിൽ പൊറ്റി മുളച്ചിട്ടുണ്ട് റിൻസി ആ മുക്കിൽ. ഇതാണ് ബാത്റൂം കേട്ടോ. ഇതാണ് ഗൈസ് ബാത്റൂം. ബാത്റൂം നോക്കട്ടെ, പോയി നോക്കിട്ടോ. സ്കൂൾ കൊടുത്ത് കാണും അല്ലേ? ഞാൻ പറഞ്ഞു സ്കൂളിൽ ചേർത്ത് ജെല്ല കടച്ചത്. നമ്മൾ പോകുമ്പോൾ മറന്നിട്ട് പോകില്ലേ? അതിൽ അരിച്ചു കളിക്കണം. എന്തൊക്കെ തള്ളി വിട്ട് തുടക്കം തന്നെ ഒക്കെ ചെയ്ത് വെച്ചിട്ട്. ആ ബൾബാണ് അല്ലേ? ഈ ബൾബ് കൂടാൻ തോന്നുന്നു അല്ലേ? ട്യൂബ്. ഇതാണ് രണ്ടാമത്തെ റൂം കേട്ടോ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം. അപ്പം ഞാനൊക്കെ അടച്ച് വെച്ചിട്ട് പോകുമ്പോൾ മറക്കണ്ടായിരുന്നു, പാമ്പ് കയറിയാലും. നമ്മൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും ആദ്യം നോക്കുന്നത് അടുക്കളയാണ് അല്ലേ? അടുക്കള അതാ അടിപൊളിയായിട്ട് അടുക്കള പുതിയ അടുപ്പ് നമ്മളിവിടെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ അടിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ, വെക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ പിന്നെ 2 പൈപ്പുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് വെള്ളം പിടിക്കുന്ന പൈപ്പും പാത്രം കഴുകുന്ന പൈപ്പും. കൊടുത്തളൊക്കെ അത്യാവശ്യം സിങ്ക് നമുക്ക് വലിപ്പമുണ്ട്. നിന്ന് പാചകം ചെയ്യാൻ, അടുപ്പ് കത്തിക്കാനും. പിന്നെ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുക്കള ഇനി അല്ല പിന്നെ കാണിക്കാതെ ഫോട്ടോ ഇതൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇനിയും വെക്കാനുണ്ട്. അപ്പം നമ്മൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ തന്നെ ഒക്കെ വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. പിന്നെ സാധനങ്ങളും കടത്തണം, റെഡിയാക്കണം, നമ്മൾ തന്നെ ഉള്ളൂ ഒക്കത്തിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും വീഡിയോയിൽ കുഴപ്പങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ഇടുക, കാണുക കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വീടിൻ്റെ മോൾ ഭാഗം. അപ്പോൾ 2 കൂട്ടരാട്ടോ ഇരിക്കുന്നത്. താഴെ ഒരു കൂട്ടർ, മുകളിൽ ഞങ്ങളും. അങ്ങനെയായിട്ടാണ്. അപ്പോൾ ഇത് മുകളിൽ കയറാൻ ഞാൻ പേടിയായതുകൊണ്ട് റിൻഷിമോളാട്ടോ മുകളിൽ കയറി വീഡിയോ എടുത്തത്. അപ്പോൾ 2 ആൾക്കുള്ള ടാങ്കാണിത്. അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാനിനി വീട്ടിലേക്ക് അവിടേക്ക് പോവുകയാണ്. കുറച്ച് സാധനങ്ങളതിനെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇനി ബാക്കി വിശേഷങ്ങളും വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോസൊക്കെ കാണാം. നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആൾക്കാർ. എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ ഫസ്റ്റ് ടൈം കൊണ്ടുവന്നു, ഇനിയും കൊണ്ടുവരാനുണ്ട്. അപ്പം ഞങ്ങൾ ഉള്ളത് ഇതാക്കി പൂട്ടിയിട്ട് പോവാം കേട്ടോ. ശരി എന്നാ കേട്ടോ. ചേട്ടാ.